Okay, so let's start with this paper. MEC 104 Economics of Social Sector and Environment എന്നാണ് ഈ പേപ്പറിന്റെ പേര്. അപ്പം നമ്മൾ ഇത്രയേറെ പഠിച്ച കൺവെൻഷണൽ ഇക്കണോമിക് തിയറി ഒക്കെ കൺവെൻഷണൽ ഇക്കണോമിക് തിയറീസ് ഇപ്പൊ മൈക്രോ എക്കണോമിക് തിയറി ആയിക്കോട്ടെ, മാക്രോ എക്കണോമിക് തിയറി ആയിക്കോട്ടെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് സൊസൈറ്റിയുടെ വേരിയസ് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, ആ സൊസൈറ്റിയുടെ വേരിയസ് എലമെന്റ്സിന് നമുക്ക് എക്കണോമിക്സ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സോ ഇങ്ങനത്തെ സമൂഹമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങളെ, അതുപോലെ ദാരിദ്ര്യം, പോവർട്ടി ആയിക്കോട്ടെ, ഇനീക്വാലിറ്റി ആയിക്കോട്ടെ, അസമത്വം, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് എക്കണോമിക്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ എൻവയൺമെന്റ് ആയിക്കോട്ടെ. അപ്പം സൊസൈറ്റിയുടെ വേരിയസ് ഡയമെൻഷൻസ് ഉണ്ടാവും, അതുപോലെ എൻവയൺമെന്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് എക്കണോമിക്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ പേപ്പറിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ്. കാരണം നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്ന ഓരോ യൂണിറ്റ്സിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഡയറക്ട്ലി നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും. ഇപ്പം മൈക്രോ തിയറി പഠിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അങ്ങനത്തെ കുറെ അസംഷൻസ് ഉണ്ട്. അതൊക്കെ ഒരുപക്ഷെ തിയറിറ്റിക്കലാണ്, വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ പേപ്പറിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് അനുഭവമുള്ള, നമ്മൾ റിയൽ വേൾഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പേപ്പേഴ്സ് ദാറ്റ് യു കൻ എവർ സ്റ്റഡി. ഓക്കെ, അപ്പം നമുക്ക് പേപ്പറിലെ ബ്ലോക്സിലോട്ട് കടക്കാം. 6 ബ്ലോക്സ് ആണ് പേപ്പറിലുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1 ഡീൽ ചെയ്യുന്നത് സൊസൈറ്റി, എൻവയൺമെന്റ് ആൻഡ് ഇക്കോണമി എന്ന് പറഞ്ഞ ഇക്കോണമി, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. ഇതാണ് ഇതിന്റെ ബ്ലോക്ക് 1ന്റെ തീം. ബ്ലോക്ക് 2 ആണെങ്കിൽ എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ, ബ്ലോക്ക് 3 ആണെങ്കിൽ എക്കണോമിക്സ് ഓഫ് ഹെൽത്ത്, ബ്ലോക്ക് 4 എക്കണോമിക്സ് ഓഫ് എൻവയൺമെന്റ്, ബ്ലോക്ക് 5 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ആൻഡ് ബ്ലോക്ക് 6 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസ്. ഇപ്പൊ നോക്കിക്കോ, സൊസൈറ്റി, എൻവയൺമെന്റ്, ഇക്കോണമിനെ നമ്മളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി വെക്കും. പിന്നെ നമ്മൾ എഡ്യൂക്കേഷനിലോട്ട് ചാടും, പിന്നെ ഹെൽത്തിലോട്ട് ചാടും, പിന്നെ എൻവയൺമെന്റിലോട്ട് ചാടും, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസിനെ പറ്റി പഠിക്കും, പേപ്പർ തീരും. സോ MEC 104 6 ബ്ലോക്കുകളാണ് ഉള്ളത്. നമുക്ക് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ബ്ലോക്ക് 1 സൊസൈറ്റി, എൻവയൺമെന്റ് ആൻഡ് ഇക്കോണമി. ഈ ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ്സ് ഉണ്ട്. ഫൈൻ. 3 യൂണിറ്റ്സ് നമ്മൾ നോക്കുമ്പം സൊസൈറ്റി, അത് സൊസൈറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, എൻവയൺമെന്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇക്കോണമിക്സിനെ സൊസൈറ്റിയിലെ എൻവയൺമെന്റ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ബ്ലോക്ക് 1ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്. സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ സൊസൈറ്റിയും സ്റ്റേറ്റും മാർക്കറ്റും തമ്മിൽ ഇന്റർ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്. അതായത് സൊസൈറ്റി സ്റ്റേറ്റിനെയും, സ്റ്റേറ്റ് മാർക്കറ്റിനെയും, മാർക്കറ്റ് സ്റ്റേറ്റിനെയും, മാർക്കറ്റ് സൊസൈറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഇന്റർ റിലേഷൻഷിപ്പ് എന്താണ്, അതുപോലെ പോവർട്ടി, ഇനീക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് എന്താണ്, ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഒരു ഐഡിയൽ മെഷർ ഓഫ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റിക്ക് കുറെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് ആക്സിയംസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ഈ ആക്സിയംസ്, ഇതൊക്കെയാണ് യൂണിറ്റ് 1 കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so we start with interrelationships, then we go to the most important concepts of poverty and inequality. We'll describe how to measure these 2 concepts. We'll describe the axioms that are connected with the measurements of poverty and inequality, and this unit is done. Now the second unit is called as economy and environment. Now we go to environment. അതായത് എൻവയൺമെന്റൽ ഗുഡ്സിന്റെ കാര്യത്തിൽ ഇപ്പം പൊല്യൂഷൻ ആയിക്കോട്ടെ, അതൊരു എൻവയൺമെന്റൽ ബാഡ് ആണ്. എൻവയൺമെന്റൽ ഗുഡ് ആയിക്കോട്ടെ, ഒരു ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഒരു നാഷണൽ പാർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ എൻവയൺമെന്റൽ ഗുഡ്സ് ആണ്. എൻവയൺമെന്റൽ ഗുഡ്സിന്റെ കാര്യത്തിൽ സോറി, എങ്ങനെയാണ് നമുക്ക് എക്കണോമിക്സിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ബേസിക് മോഡലാണ് മെറ്റീരിയൽ ബാലൻസ് മോഡൽ. നമ്മൾ സർക്കുലർ ഫ്ലോ ഡയഗ്രാം ഉണ്ടല്ലോ മാക്രോ എക്കണോമിക്സിൽ, അതിൽ നമ്മൾ എൻവയൺമെന്റിനെയും കൂടെ കയറ്റിയിട്ട് നമ്മൾ ആ സർക്കുലർ ഫ്ലോ ഡയഗ്രത്തിനെ ഒന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു മോഡലാണ് മെറ്റീരിയൽസ് ബാലൻസ് മോഡൽ. മെറ്റീരിയൽസ് ബാലൻസ് മോഡൽ കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് എൻവയൺമെന്റ് പറ്റി പഠിക്കും. എൻവയൺമെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, മാർക്കറ്റ് എന്തുകൊണ്ടാണ് എൻവയൺമെന്റൽ ഗുഡ്സിന്റെ, എൻവയൺമെന്റൽ ബാഡ്സിന്റെ കാര്യത്തിൽ ഫെയിൽ ആകുന്നത്, പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ്, അതുപോലെ എൻവയൺമെന്റൽ ഗുഡ്സിനെയും ബാഡ്സിനെയും റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കുക. ഇക്കോണമി ആൻഡ് എൻവയൺമെന്റ്. സോ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ് കഴിഞ്ഞു, ഇക്കോണമി ആൻഡ് എൻവയൺമെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നു സൊസൈറ്റി ആൻഡ് എൻവയൺമെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റ് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്, ദെൻ ഇക്കോണമി ആൻഡ് എൻവയൺമെന്റ്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ യൂണിറ്റ് ആണ് സൊസൈറ്റി ആൻഡ് എൻവയൺമെന്റ്. സൊസൈറ്റി ആൻഡ് എൻവയൺമെന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷനും പോവർട്ടിയും എൻവയൺമെന്റും തമ്മിലൊരു ഇന്റർഫേസ് എന്താണ്, അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യും. പിന്നെ 2 ഐഡന്റിറ്റീസ് ഉണ്ട്, IPAT, KAY എന്ന് പറഞ്ഞിട്ട്. അതായത് പൊല്യൂഷൻ, എൻവയൺമെന്റൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. എങ്ങനെയാണ് ഈ ലെവൽ ഓഫ് എൻവയൺമെന്റൽ പൊല്യൂഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്, കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ലെവൽ ഓഫ് എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ കൂടും. ഈ എൻവയൺമെന്റ് ഡീഗ്രഡേഷൻ കൂടാനുള്ള വേറൊരു ഫാക്ടറാണ് അഫ്ലുവൻസ്.
ഈ ഫാക്ടേഴ്സിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ എന്തിൽ പഠിക്കാം, ഈ യൂണിറ്റ് 3 പഠിക്കാം. ഫൈൻ. അപ്പൊ ബ്ലോക്ക് 1 കഴിഞ്ഞു. ബ്ലോക്ക് 2 പോവാം. ബ്ലോക്ക് 2 അഗെയിൻ 3 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 5, യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 6. ബ്ലോക്ക് 2 is dealing with economics of education. Okay, economics of education നമ്മൾ ഫസ്റ്റ് പഠിക്കുക ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷണൽ സർവീസസ് ആണ്. ഈ ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷണൽ സർവീസസ് നമ്മൾ 2 ടൈപ്പ് ഡിമാൻഡ് പഠിക്കും, പ്രൈവറ്റ് ഡിമാൻഡും സോഷ്യൽ ഡിമാൻഡും. ഇത് പ്രൈവറ്റും സോഷ്യലും ലൈക്ക് നമ്മൾ ഇതിന് മുമ്പത്തെ യൂണിറ്റ്സ് തന്നെ കവർ ചെയ്ത് തരും. എങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് ഡിമാൻഡ് കർവ്, എങ്ങനെയാണ് സോഷ്യൽ ഡിമാൻഡ് കർവ്, അല്ലെ പ്രൈവറ്റ് ബെനിഫിറ്റ്സും സോഷ്യൽ ബെനിഫിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് അത് അഗ്രിഗേറ്റ് ചെയ്യുന്നത്, അതൊക്കെ പഠിക്കും. സോ എഡ്യൂക്കേഷന്റെ പ്രൈവറ്റ് ഡിമാൻഡും ഉണ്ട്, എഡ്യൂക്കേഷൻ സോഷ്യൽ ഡിമാൻഡും ഉണ്ട്. എന്താണിത്? പിന്നെ കേപ്പബിലിറ്റി അപ്രോച്ച്, അമർത്യ സെൻ പ്രൊപ്പൗണ്ട് ചെയ്ത ഒരു അപ്രോച്ച് ആണ് കേപ്പബിലിറ്റി അപ്രോച്ച്. പോവർട്ടി ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ഒക്കെ ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ എഡ്യൂക്കേഷന്റെ കോസ്റ്റ് എന്തൊക്കെയാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, അങ്ങനത്തെ പല കാര്യങ്ങളും ആയിരിക്കും ഇക്കണോമിക്സ് ഓഫ് ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷൻ സർവീസസിൽ പഠിക്കാൻ പോകുന്നത്. ഡിമാൻഡ് കഴിഞ്ഞ് നമുക്ക് സപ്ലൈ വരും. സോ യൂണിറ്റ് 5 സപ്ലൈ ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ് ആണ്. സപ്ലൈ ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസിൽ എഡ്യൂക്കേഷനിലെ പ്രൊവിഷനിൽ മാർക്കറ്റ് വേഴ്സസ് സ്റ്റേറ്റ്, അതായത് മാർക്കറ്റ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിൽ കമ്പയർ ദീസ് ടു. ദെൻ വിൽ ഗോ ടു എഡ്യൂക്കേഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് എഡ്യൂക്കേഷൻ സർവീസസ്. സോ ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് ഡിസ്ക്രൈബ് ചെയ്യും, പിന്നെ സപ്ലൈയിലോട്ട് പോകുന്നു, പിന്നെ നമുക്ക് ഒപ്റ്റിമം അലൊക്കേഷനിലോട്ട് എങ്ങനെയാണ് പോകണമെന്ന് നോക്കും. ഓക്കെ, ഇക്വിലിബ്രിയം. സോ യൂണിറ്റ് 6 നമ്മൾ പഠിക്കുക ഡിറ്റർമിനൻസ് ഓഫ് എഡ്യൂക്കേഷൻ സർവീസസ് ആണ്. അതിൽ എങ്ങനെയാണ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സപ്ലൈനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ ഒപ്റ്റിമം അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കാം എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷനിൽ. ഇനി മൂവിങ് ടു ബ്ലോക്ക് 3. ബ്ലോക്ക് 3 അഗെയിൻ 3 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് 3 നമ്മൾ എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് ആണ് പഠിക്കുന്നത്. സോ എക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ പഠിച്ചു, ഇനി എക്കണോമിക്സ് ഓഫ് ഹെൽത്ത്. ഓക്കെ, എക്കണോമിക്സ് ഓഫ് ഹെൽത്തിൽ ആദ്യം നമ്മൾ ഡിമാൻഡ് ഫോർ ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷൻ പോലെ തന്നെ ഡിമാൻഡ് ഫോർ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഡിമാൻഡ് ഫോർ ഹെൽത്ത് സർവീസസ്. യൂണിറ്റ് 8 എന്താണ്, സപ്ലൈ ഓഫ് ഹെൽത്ത് സർവീസസ്, ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് സർവീസസ്. അതായത് എഡ്യൂക്കേഷന്റെ യൂണിറ്റ് അതേപോലെ തന്നെ ഡിമാൻഡ്, സപ്ലൈ, ഡിറ്റർമിനൻസ്. ഓക്കെ, ഡിമാൻഡ് ഫോർ ഹെൽത്ത് സർവീസസിൽ നമ്മൾ എന്താണ് ഹെൽത്തിൽ എക്കണോമിക്സിന്റെ റോള്, അതുപോലെ എക്കണോമിക്സിൽ എന്താണ് ഹെൽത്തിന്റെ റോള്, ഈ കാര്യങ്ങൾ പഠിക്കും. വേരിയസ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പം മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, മോർബിഡിറ്റി റേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹെൽത്ത് ഇക്കണോമിക്സ് വരുന്ന എക്സ്റ്റേണാലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 7 പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 8 സപ്ലൈ ഓഫ് ഹെൽത്ത് സർവീസസ്, അതായത് ഹെൽത്ത് സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിലെങ്ങനെയാണ് ഇക്വിലിബ്രിയം ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഓഫ് ഹെൽത്ത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ഇൻ ഹെൽത്ത് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സപ്ലൈ ഓഫ് ഹെൽത്ത് സർവീസസിൽ പഠിക്കാം. യൂണിറ്റ് 9 ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് സർവീസ്, അതായത് ഡിമാൻഡിനെയും സപ്ലൈനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ഒപ്റ്റിമത്തിൽ റീച്ച് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഈ 3ാമത്തെ യൂണിറ്റ്, അതായത് എക്കണോമിക്സ് ഓഫ് ഹെൽത്തിലെ 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാം. ശരി, ബ്ലോക്ക് 4 പോയി കഴിഞ്ഞാൽ എക്കണോമിക്സ് ഓഫ് എൻവയോൺമെന്റ് ആണ്. എക്കണോമിക്സ് ഓഫ് എൻവയോൺമെന്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിമാൻഡ് ഫോർ നാച്ചുറൽ ആൻഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. ഓക്കെ, ടാക്സോണമി ഓഫ് റിസോഴ്സസ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പിന്നെ ഡൈനാമിക് ഒപ്റ്റിമൈസേഷന്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, സ്കേർസിറ്റി, തിയറീസ്, ഈ എൻവയോൺമെന്റൽ റിസോഴ്സസിനെ സംബന്ധിച്ച തിയറീസും അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 10 പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 11 എൻവയോൺമെന്റൽ സർവീസസിന്റെ സപ്ലൈ ഓഫ് എൻവയോൺമെന്റൽ സർവീസസ്, എൻവയോൺമെന്റൽ വാല്യുവേഷൻ, ടൂൾസ്, ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യൻ കണ്ടെക്സ്റ്റ് എന്തൊക്കെയാണ് അതിൽ, അതൊക്കെ ഫൈൻ. അടുത്ത യൂണിറ്റിലാണെങ്കിലോ ഡിറ്റർമിനൻസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, dynamic system and dynamic optimization, bioeconomics of fishery, economics of forestry, investment and uncertainty. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്രോഡ്ലി നമ്മൾ യൂണിറ്റ് 12 കവർ ചെയ്യാൻ പോകുന്നത്. മൂവിങ് ടു നെക്സ്റ്റ് ബ്ലോക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യൂണിറ്റ് 13 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റെലവൻസ് എന്താണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്താ പഠിക്കുക, ഗ്രീൻ അക്കൗണ്ടിങ് ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് കൺവെൻഷണൽ അക്കൗണ്ടിംഗ് മാറിയിട്ട് ഗ്രീൻ അക്കൗണ്ടിങ് എന്താണ്, എൻവയോൺമെന്റൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണ്, അതിന്റെ ചാലഞ്ചസ് എന്താണ്, അതൊക്കെ ആയിരിക്കും യൂണിറ്റ് 14 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 15 കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് മാനേജ്മെന്റ്, CPR, കോമൺ പൂൾ റിസോഴ്സസ് അല്ലെങ്കിൽ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ചെറിയൊരു ഭാഗം പഠിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ വലിയ തിയറിറ്റിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് 15 ഫൈൻ. പിന്നെ അവസാനത്തെ ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 4 യൂണിറ്റ്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പോളിസീസ്,
ഓക്കെ, അതിൽ ആദ്യത്തെ യൂണിറ്റ് എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റിയാണ്, രണ്ടാമത്തെ യൂണിറ്റ് ഹെൽത്ത് സെക്ടറിനെ പറ്റിയാണ്, മൂന്നാമത്തെ യൂണിറ്റും നാലാമത്തെ യൂണിറ്റും എൻവയോൺമെന്റൽ സെക്ടേഴ്സിനെ പറ്റിയാണ്, എൻവയോൺമെന്റൽ സെക്ടറിനെ പറ്റിയാണ്. ഇത് ഡിവൈഡ് ഇൻറ്റു 2 പാർട്സ് ആണ്. അതിൽ ആദ്യത്തെ പാർട്ട് ജനറൽ കാര്യങ്ങളായിരിക്കും. എൻവയോൺമെന്റ് റെഗുലേഷൻ എന്താണ്, ടൂൾസ് എന്താണ്, അതുപോലെ അതിൽ ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് എന്താണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാം ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ എന്തൊക്കെയാണ്, എൻവയോൺമെന്റൽ ലോസ് എന്തൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, എൻവയോൺമെന്റൽ ആക്ട്സ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. സോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് 19 പഠിക്കുന്നത്. സോ ബ്രോഡ്ലി പറയുമ്പം, ആസ് ഐ സെഡ്, like deviating from the very basic theoretical papers of economics, this paper mostly deals with കുറെ ഇന്റർ ഡിസിപ്ലിനറി കാര്യങ്ങളായിരിക്കും. ലൈക്ക് നമ്മൾ സൊസൈറ്റി കാണുന്ന, നമ്മളെ ഡേ ടു ലൈഫിൽ ഇമ്പാക്ട് ചെയ്യാൻ തോതിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഗൈൻ ഞാൻ പറയട്ടെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം ഒരു രീതി നോക്കുമ്പോൾ എക്കണോമിക്സ് തിയറിയുടെ കുറെ ബേസിക്സ് നമ്മൾ ഇതിൽ കവർ ചെയ്യും. അതുപോലെ ആ തിയറിനെ നമുക്ക് എങ്ങനെ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാം, റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും കൂടെ തിയറിയിൽ നമ്മൾ ഈ ഒരു പേപ്പർ നമ്മൾ പഠിക്കും. സോ MEC 104 ബ്ലോക്സും യൂണിറ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഇനി നമ്മൾ ഓരോ യൂണിറ്റ്സും കവർ ചെയ്യുമ്പോൾ ആ യൂണിറ്റ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അഗെയിൻ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പേപ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് പേപ്പേഴ്സ് ഓൾസോ. അത് കവർ ചെയ്യാനും you want you will not be required to deal with a lot of maths and lot of statistical stuff here, but again there are some optimization techniques അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. but still those are manageable, പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. സോ ഇതാണ് പേപ്പറിന്റെ ഒരു ബ്രോഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു. ഇനി നമ്മൾ ഓരോ യൂണിറ്റും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.